ഇന്നത്തെ പല രോഗങ്ങൾക്കും കാരണം അമിതാഹാരം എന്നാ പറയുക. എന്തിനാ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും പറയും ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു, മറ്റു ചിലർ പറയും ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു എന്ന്. എന്നാൽ ഇന്ന് ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സംസ്കാരമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യാസമയങ്ങളിൽ കുടുംബസമേതം തട്ടുകടകളിലും ജങ്ക് ഫുഡും ഒക്കെ അന്വേഷിച്ച് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഭവനങ്ങളിൽ ഒത്തൊരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് ജങ്ക് ഫുഡിൻ്റെയും ഹോട്ടലുകളിലും തട്ടുകടകളിലും മാത്രം പോയി ഭക്ഷണം കഴിക്കുന്ന, റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ശ്രീമാൻ മമ്മൂട്ടി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മരുന്ന് കഴിക്കുന്നത് പോലെ ആഹാരം കഴിച്ചില്ല എങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറയും. ഭാരതീയ സൂക്തം പറയുന്നത് ഏകഭുക്തോ യോഗി, ദ്വിഭുക്തോ ഭോഗി, ത്രിഭുക്തോ രോഗി, ചതുർഭുക്തോ ദ്രോഹി. ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ്റെ പേര് സന്യാസി. ദ്വിഭുക്തോ ഭോഗി, 2 നേരം ആഹാരം കഴിച്ചാൽ അവൻ്റെ പേര് ഭോഗി എന്നാണ്. ത്രിഭുക്തോ രോഗി, 3 നേരം നീ ആഹാരം കഴിച്ചാൽ നിന്റെ പേര് രോഗി എന്നാണ്. രോഗിയാണ്, രോഗാവസ്ഥയിലേക്ക് നീ മാറിപ്പോകും. ചതുർഭുക്തോ ദ്രോഹി, 4 നേരം ആഹാരം കഴിച്ചാൽ അവരൻ്റെ ആഹാരം കട്ടെടുത്ത് കഴിക്കുന്ന ദ്രോഹിയായിട്ട് നീ മാറ്റപ്പെടും. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും ഒരുപോലെ നൽകാൻ ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 1 ഓമർ അപ്പം വീതം ശേഖരിക്കാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് മോശയിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ ചിലർ അധികമായിട്ടും ചിലർ കുറച്ചുമൊക്കെ ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ അധികമായി ശേഖരിച്ചവന് അധികമായിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ശേഖരിച്ചവന് കുറഞ്ഞു പോയുമില്ല. ദൈവം എല്ലാവർക്കും ഒരുപോലെ നൽകിയതായിട്ട് വചനം 18-ാമത്തെ വാക്യം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും മറ്റുള്ളവന് നൽകപ്പെട്ടത് ശേഖരിച്ച് തനിക്ക് വേണ്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണ് ലക്ഷപ്രഭു എന്നാണ്. കോടികൾ നേടുന്നവൻ്റെ പേര് കോടീശ്വരൻ. അങ്ങനെ ലക്ഷപ്രഭുക്കന്മാരും കോടീശ്വരന്മാരും ഒക്കെ ആയിട്ട് മാറുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഈ സമ്പത്ത് നേടുവാൻ വേണ്ടി ഓടി പരക്കം പായുമ്പോൾ തിരുവചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് 10-ാമത്തെ അധ്യായം ഇപ്രകാരം പ്രതിപാദിക്കപ്പെടുന്നു. 10-ാമത്തെ അധ്യായത്തിലെ വചനം പറയുന്നുണ്ട്: പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്. വചനം പറയുന്നു: ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു, നിസാര രോഗമെന്ന് വിഷകരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവും നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം.